ഇപ്പോൾ ധനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സംസ്ഥാനത്തെ ശമ്പള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം പ്രതീക്ഷിക്കാം. വാർത്തകൾ വന്നിരുന്നു. അപ്പം അത് സംബന്ധിച്ചിട്ട് ആശങ്ക ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങളിങ്ങനെ വാർത്തകളിൽ വരുന്നു. ആ ആശങ്ക ഉണ്ടാവുന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഇന്ന് പത്രങ്ങളെ നിങ്ങളെ കാണാൻ തീരുമാനിച്ചത്. നിങ്ങളെ കാണുന്നത് വഴി ഈ കാര്യം സ്റ്റേറ്റിലേക്കെല്ലാം എത്തേണ്ടതുമാണല്ലോ. അപ്പം ഈ ശമ്പളം, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ 1-ാം തീയതി എല്ലാവർക്കും കിട്ടിയില്ല, ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്ത വന്നു. അപ്പോൾ അത് ആ കാര്യം സംബന്ധിച്ച് 2-ാം തീയതി കണ്ണൂർ വെച്ച് ഞാൻ തന്നെ പത്രങ്ങളോട് നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, ശമ്പളവും പെൻഷനും മുടങ്ങുന്ന പ്രശ്നമില്ല. സാമ്പത്തികമായി കേന്ദ്രം വലിയ തോതിലാണ് നമുക്ക് തരേണ്ടത് മുടക്കിയേക്കുന്നത്. നമ്മുടെ വരുമാനമൊക്കെ വെട്ടിക്കുറച്ചു. തരേണ്ടതിന്റെ നല്ലൊരു ഭാഗം 3-ൽ-1 കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി വിഹിതവും സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ വരുന്നില്ല. ആ വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ശമ്പളവും പെൻഷനും ഒന്നും മുടങ്ങാനുള്ള ഒരവസ്ഥയുണ്ടാക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം പെൻഷന്റെ കുറെ മിക്കവാറും ആളുകൾക്ക് കിട്ടി. പിന്നെ അക്കൗണ്ട് വഴിയും ഒക്കെയുള്ള പെൻഷന്റെ ട്രഷറി അക്കൗണ്ടിന്റെ ഒക്കെ ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോ ഇന്നു മുതൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നമ്മുടെ ട്രഷറിയിൽ നിന്ന് പോകേണ്ട പണം അടുത്ത ദിവസങ്ങളിൽ പോകും. സാധാരണഗതിയിൽ ഇത് സെറ്റ് ചെയ്യുന്നത് മാസം 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി അങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിൽ പണം ഒരുമിച്ച് ഒറ്റയടിക്ക് എടുക്കുന്നതിന് ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടുത്ത 2-3 ദിവസമായിട്ടായിരിക്കും ഇത് പോവുക. കാരണം 1, 2, 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടൊക്കെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ബില്ലും എല്ലാം ആയിട്ടുണ്ട്. അതിന് പോകുന്ന സമീപനം ഉണ്ടാവും. ആ പ്രശ്നം ഈ 2-3 ദിവസം കൊണ്ട് അത് പോയി തീരും എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കിയിട്ടുണ്ട്. ട്രഷറി വഴി ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരുമിച്ച് ബൾക്കായിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിന്റെ ഹൈവേ ഇതിന്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഒരു ലിമിറ്റ് ചെയ്തിട്ട് ചില പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ലിമിറ്റ്, ഒരു 50,000-ന്റെ ഒക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഒരു ദിവസം വിഡ്രോ ചെയ്യുന്നതിന്റെ തരത്തിലേക്ക് ഒരു ലിമിറ്റ് വരും. അല്ലെങ്കിൽ ഒരുമിച്ച് ഈ വിഡ്രോ ബാങ്കുകളിലൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ ഒരുമിച്ച് ഇത് വരുമ്പോൾ അതനുസരിച്ച് എടുക്കാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാരെ സംബന്ധിച്ച്, പെൻഷനേഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പാക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ സംസ്ഥാനത്തെ UDF-ന്റെ അനുകൂല സംഘടനകൾ അവര് ഇന്നലെ തന്നെ മിനിഞ്ഞാന്ന് തന്നെ ഒരവസരം കിട്ടി എന്ന നിലയിൽ സമരം പ്രഖ്യാപിച്ചു. നിരാഹാരമുണ്ട് എന്നൊക്കെ പറയുന്നു. ഇപ്പം നിരാഹാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. NGO സംഘ BJP-യുടെ സംഘടനയാണ്. അവര് പറഞ്ഞു അങ്ങേറ്റം തെറ്റായ കാര്യമാണ് ഇവിടെ നടത്തുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. അതിനകത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പാർലമെന്റ് ഇലക്ഷന് മത്സരിക്കാനായിട്ട് വരുമ്പോൾ മത്സരിക്കാൻ പാടുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കേണ്ടതാണ്. കാരണം ഈ കേരളത്തിന് തരാനുള്ള പണം മുഴുവൻ തടഞ്ഞു വെച്ചിട്ട് അതിന്റെ പേരിൽ ഇവിടെ ന്യായം പറയുകയാണെന്ന് BJP. കാരണം ഞാനിത് വെറുതെ പറയുന്നതല്ല. നമുക്ക് കിട്ടാനുള്ള 57,400 കോടി രൂപയുടെ കണക്ക് പാർലമെന്റ് അസംബ്ലി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി കൊടുത്ത കേസിൽ കഴിഞ്ഞ ട്രഷറി ഉൾപ്പെടെയുള്ള പബ്ലിക് അക്കൌണ്ടിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് 1,07,000 കോടി രൂപ കഴിഞ്ഞ് ട്രഷറി അക്കൌണ്ടിൽ വന്ന അഡ്ജസ്റ്റ്മെന്റ് വഴി മാത്രം സംസ്ഥാനത്തിന് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കണക്കുകൾ ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്നതാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതൊന്നും കൊടുക്കാനില്ലെന്ന് ഞങ്ങൾ അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്നതാണ്. അവിടെ ഞങ്ങൾ സുപ്രീം കോടതി പോലെ ഏറ്റവും പവിത്രവും ഏറ്റവും ഉയർന്നതുമായ ഒരു ബോഡിയിൽ കേസ് കൊടുത്ത് ആ കേസ് ഉൾപ്പെടെ ബാധിക്കാനായിട്ടുള്ള സമീപനം എടുത്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അതിനകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അത് ചർച്ച ചെയ്തില്ല. വീണ്ടും സുപ്രീം കോടതിയിലേക്ക് കേസ് നീക്കുകയാണ്. 6-7 ആ കേസ് വരും. ആ കേസ് വരുമ്പോൾ ഏറ്റവും ന്യായമായ പ്രശ്നങ്ങൾ കുറെ പരിഹരിക്കപ്പെടും. ഞങ്ങൾ കൊടുത്ത കേസ് കിഫ്ബിയും കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട കമ്പനി, ഈ 2 സ്ഥാപനങ്ങൾ എടുത്തേക്കുന്ന ലോൺ ഭരണഘടനാപരമായിട്ട് നമുക്ക് ലോൺ എടുക്കാനുള്ള പ്രൊവിഷൻ അനുസരിച്ച് എടുത്താണ്. അത് സംസ്ഥാനത്തിന്റെ ബോറോയിങ് വരരുത് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഏകദേശം 26,000-ഓളം കോടി രൂപ 14-ാം ധനകാര്യ കമ്മീഷൻ, 15-ാം ധനകാര്യ കമ്മീഷന്റെ ഒക്കെ സമയത്ത് നമുക്ക് അനുവദനീയമായ വായ്പയിൽ നിന്നും കണക്കിൽ നിന്നും നമുക്ക് കിട്ടേണ്ട പണത്തിൽ നിന്നും വെട്ടിക്കുറച്ചതിനെ സംബന്ധിച്ച ചില കാൽക്കുലേഷനാണ്. ഈ 2 കാര്യം കോടതി കിടക്കുകയാണ്. ആ കാര്യം ചർച്ച ചെയ്യാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ സ്റ്റേറ്റും യൂണിയനും തമ്മിൽ അങ്ങനെ ചർച്ച, ഇങ്ങനത്തെ തർക്കം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഇതൊക്കെ അമിക്കബിളായി സെറ്റിൽ ചെയ്യണം. അതുകൊണ്ട് വൈ ക്യാൻ യു
ഹാവ് എ ഡിസ്കഷൻ. ഞങ്ങൾ അപ്പോഴേ അംഗീകരിച്ചു. നിങ്ങൾക്ക് അറിയുന്നതാണ്, ബഡ്ജറ്റ് ദിവസം തന്നെ ബഡ്ജറ്റിന്റെ മറുപടിയുടെയും മറ്റ് ബില്ലുകളുടെയും സമയത്ത് തന്നെ ധനകാര്യമന്ത്രി തന്നെ ഇവിടുന്ന് പോയി മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ടീം ചർച്ച ചെയ്തു. അവരുടെ ഫൈനാൻസ് സെക്രട്ടറിയും അഡീഷണൽ സോളിസിറ്റർ ജനറലും വന്നു. അവിടെ വെച്ച് തന്നെ അവരെടുത്ത സമീപനം, നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, കണക്ക് കൂട്ടാൻ ചർച്ച ചെയ്യാം, അത് കോടതി കിടക്കുന്ന ചില കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്, അത് കോടതി തീർക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ നോക്കിയ കണക്കനുസരിച്ച് തന്നെ 13,600 ചില്ലാനും കോടി രൂപ, 13,608 കോടി രൂപ തരാനുണ്ട്, അനുവാദം തരേണ്ടതുണ്ട്. പക്ഷേ അത് തരണമെങ്കിൽ സ്യൂട്ട് പിൻവലിക്കണം. അതായത് ഈ മാർച്ച് മാസത്തിനകം കൊടുക്കേണ്ട പണത്തിന് കിട്ടേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ ക്വാർട്ടറിൽ ഞങ്ങൾ 14,000 കോടിയിലധികം ബോറോയിങ് ഉണ്ട്, മറ്റ് കിട്ടേണ്ട പണമുണ്ട്. ആ പണം ഇപ്പൊ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമീപനം എടുത്തു, കേസ് പിൻവലിച്ചില്ലെങ്കിൽ. സുപ്രീം കോടതി ഞങ്ങൾ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പണമാണ്, അവർ തന്നെ സമ്മതിക്കുന്നു. 13,608 കോടി രൂപ കേരളത്തിന് എലിജിബിൾ ആയിട്ടുള്ള ഫണ്ടാണ്, പണമാണ്. ആ പണം എടുക്കാൻ സമ്മതിക്കാത്തത് ഞങ്ങളൊരു കേസ് കൊടുത്തു എന്നുള്ളതിന്റെ പേരില്ല. കേസ് കൊടുത്ത എന്താ, ഭരണഘടനയ്ക്കകത്തെ പ്രൊവിഷൻ അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങൾ പരിശോധിച്ചിട്ടും ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ കോടതിയിൽ ഞങ്ങളൊരു കേസ് കൊടുത്തു. അത് ഇന്ത്യയിലെ ഏതൊരു പൌരനും ഉള്ള അർഹതയാണ്, അവകാശമാണ്. ആ കേസ് കൊടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പണം തരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അങ്ങേറ്റം ബുദ്ധിമുട്ടിക്കും. ആ സ്റ്റാൻഡ് ഇപ്പോഴും പറയുകയാണ്. ശമ്പളം കൊടുത്തതുകൊണ്ടോ പെൻഷൻ കൊടുത്തതുകൊണ്ടോ ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നം തീരില്ല, അതൊരു ഭാഗം മാത്രമാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 22,000 കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത്. ആ 22,000 കോടി എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ വകുപ്പുകളിലെയും പരമാവധി ചെലവ് വരുന്ന അപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുതൽ ഗ്രാന്റുകളും മറ്റും കിട്ടുന്ന സർവകലാശാലകൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഫണ്ടുകളെല്ലാം കൊടുക്കേണ്ടതാണ്. ആ 22,000 കോടി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ഒരു സ്ഥലത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾ ഫൈനൽ ക്വാർട്ടറിൽ 14,000 കോടി രൂപ ഞങ്ങളുടെ അർഹമായിട്ടുള്ള വിഹിതമനുസരിച്ച് എടുത്ത തുക, ആ തുക തന്നെ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനം ചെയ്തത്. ആദ്യം ചെയ്തത് 57,400 കോടിയോളം സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് അത് വെട്ടിക്കുറച്ചു. അതിന്റെ കണക്കുകൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് വെട്ടിക്കുറച്ചിട്ട് അവസാനം കോടതിയിൽ വരെ എത്തിയിട്ട് പോലും ചെയ്യുന്നില്ല. ഞങ്ങള് ഭരണപരമായ എല്ലാ കാര്യവും നോക്കി, ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡിസ്കഷൻ നടത്തി. ഇതുകൂടാതെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചു. ഡൽഹിയിലേക്ക് സമരത്തിന് പോയി. പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ പാർട്ടികളെയും കേരളത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംഘടിപ്പിച്ചു. അതിനൊപ്പമാണ് ഞങ്ങൾ കോടതിയിലേക്ക് പോയത്. കോടതിയിൽ ഈ കാര്യത്തിന് പോകുമ്പം കോടതിയിൽ പോയതിന്റെ പേരിൽ നിങ്ങൾ കോടതിയിൽ പോയല്ലേ എന്ന് പറഞ്ഞ് തടയുക. അപ്പൊ കോടതിയിൽ പോയിട്ട് ഏറ്റവും ന്യായമായ ഒരാൾക്ക് അവകാശമുള്ളതാണ്. അപ്പോൾ ഒരു പൌരൻ പോയാൽ വല്ലതും കൊടുക്കുവർ. ഒരു സംസ്ഥാന ഗവൺമെന്റ് പോയിട്ട് തടയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും, ഞാനും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി കോടതിയിൽ പോയാൽ ഇന്ത്യയിൽ ആ കോടതി എന്ന് പറയുന്നതും ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നതും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും ഒന്നും അംഗീകരിക്കില്ല എന്നുള്ള സമീപനം ഇത് വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പൊ ഈ ശമ്പളത്തിന്റെയും പെൻഷന്റെയും പ്രശ്നം മാത്രമല്ല കേരളത്തിനുള്ളത്. ഇവിടുത്തെ ഓരോ പൗരനെ സംബന്ധിച്ചുള്ള കാര്യമുണ്ട്. ഏറ്റവും സാധാരണക്കാരായ 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുണ്ട്. ആ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് സമീപനമാണ് കേന്ദ്രം എടുക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോ ഈ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇനിയിപ്പോ ഞങ്ങൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാനുള്ള ആളുകൾ ഉൾപ്പെടെ ഡൽഹി പോയി സമരം ചെയ്യണോ? അത്തരം കാര്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെയും UDF-ന്റെ സമീപനം? തെരഞ്ഞെടുപ്പ് വരുന്നല്ലോ, പാർലമെന്റിലേക്ക് മത്സരിക്കാനായിട്ട് ആളുകൾ വരുമ്പോ എന്താണ് കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ ഉൾപ്പെടെയുള്ള പണം തടഞ്ഞുവെച്ച് കോടതിയിൽ പോയി ഈ തടസ്സം ഉണ്ടാക്കുകയും കേരളത്തിന് അർഹമായ പണം തരാതിരിക്കുകയും ചെയ്യുന്ന UDF-ന്റെ അഭിപ്രായം എന്താണ് ഈ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന സമീപനത്തിൽ? ഇന്നലെ ബീഹാറിലെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി ഉണ്ടല്ലോ ഇന്ത്യ മുന്നണിയുടെ. അവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും പങ്കെടുത്തല്ലോ. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തോടെയും യൂണിയൻ ഗവൺമെന്റ് കാണിക്കുന്ന സമീപനങ്ങൾ ഇതാണെന്നുള്ള അഭിപ്രായം അവർക്കുണ്ടോ? കേരളത്തിൽ ഇവിടെ നിരാഹാരം കിടക്കുന്നതിന് പകരം ഇവർ രാജ്ഭവന്റെ മുന്നേ പോയി കിടക്കട്ടെ. അല്ലെങ്കിൽ ഇവിടുന്നുള്ള ആളുകൾ, നേരത്തെ ഒരു തെറ്റവർക്ക് പറ്റിയല്ലോ, ഡൽഹിയിൽ കേന്ദ്ര വിരുദ്ധ സമരമായി നമ്മൾ നടത്തുമ്പോൾ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വന്നില്ലല്ലോ. അവര് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു, കേരളത്തിലാകെ സാമ്പത്തികമായിട്ട് ആകെ അങ്ങ് നാശം ഉണ്ടാക്കിയതാണ് ഈ ഗവൺമെന്റ്. KPCC പ്രസിഡന്റ് പറഞ്ഞു, KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുന്നു, രമേശ് ചെന്നിത്തല പറയുന്നു, എല്ലാവരും പറയുന്നല്ലോ. അവർ ഡൽഹിയിലേക്ക് ഈ കാര്യത്തിനകത്ത് എന്തെങ്കിലും സമീപനം എടുക്കുവോ? കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാനും കേരളത്തിലെ സാധാരണ ചെലവ് നടത്താനുമുള്ള പണം സുപ്രീം കോടതിയിൽ അടക്കം അവർ സംബന്ധിച്ച 13,600 കോടി രൂപ തരാതിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുമിച്ച് ഇനിയെങ്കിലും സമരത്തിന് തയ്യാറുണ്ടോ? പെൻഷന്റെയും ശമ്പളത്തിന്റെയും പ്രശ്നമല്ല, അതിപ്പോ തീരും, കൊടുക്കും. മിസ്മാനേജ്മെന്റിന്റെ അല്ല പ്രശ്നം. ഞാനിവിടെ പറഞ്ഞ കണക്കനുസരിച്ച് നിങ്ങൾക്കറിയാം, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങള്
ഇപ്പൊ ഇതിനകത്ത് എത്രയോ ഓരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞില്ല. 7000 കോടിയോളമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തരാനുള്ള പണം. നെല്ല് സംഭരണത്തിന് മാത്രം 1000 ചില്ലാനം കോടി തരാനുണ്ട്. ഇതുപോലെ ഈ വർഷം ഞങ്ങൾക്ക് തരേണ്ടത്, കഴിഞ്ഞ വർഷം നമുക്ക് കേരളത്തിന് അനുവദിച്ച ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് കിട്ടിയ 4800 കോടി രൂപ ഈ വർഷം കിട്ടാനുണ്ട്. പബ്ലിക് അക്കൌണ്ടിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ്, ട്രഷറിയിൽ ഞങ്ങൾ 6000 കോടിയെ ഈ വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ. 13,900 കോടി നിങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞേക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ആകെ ചെലവാക്കിയത് 9000 കോടിയാണെന്ന് അക്കൌണ്ടന്റ് ജനറലിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുൾപ്പെടെ കൊടുത്താൽ ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്ന പണം എടുക്കാൻ അനുവദിക്കണ്ടേ? ഇത് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് തുറന്നു തരാനേ കേന്ദ്രത്തിന് അവകാശമുള്ളൂ. ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് കയറ്റി വിടുക, പണം ഇങ്ങോട്ട് അയക്കുക. ഞങ്ങളാണ് പണം തിരിച്ചടയ്ക്കുന്നത്. കേരള സംസ്ഥാനത്തെ സാധാരണ 3.5 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി മേടിച്ച് തിരിച്ചടയ്ക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ അവകാശം തടയാൻ എന്താ കേന്ദ്ര ഗവൺമെന്റ് അവകാശം? ആ ഗേറ്റ് തുറന്ന് തന്നിട്ട് പണം എടുക്കാനുള്ള അവകാശം അല്ലാതെ തിരിച്ചൊന്നും കേന്ദ്രമല്ല അടയ്ക്കുന്നത്. അപ്പൊ ഗേറ്റ് തുറന്ന് ഓരോ സംസ്ഥാനങ്ങളെയും റെഗുലേറ്റ് ചെയ്യേണ്ട അവകാശമുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് സംസ്ഥാനത്തിന്റെ എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവകാശങ്ങളെയും ധ്വംസിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർക്കോ ചില ആളുകൾക്കോ വ്യക്തികൾക്കോ മന്ത്രിമാർക്കോ അവകാശമില്ല. അതാണ് കോടതിയിൽ ഇപ്പൊ കിടക്കുന്ന കാര്യം. അതിനെ സഹായിക്കുന്ന സമീപനമാണോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തേണ്ടത്? BJP അത് തന്നെയാണ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷം, വലിയ ആക്രമണമായിരുന്നല്ലോ ഒരു കേരളത്തിലെ ഇടതുപക്ഷത്തിന് നേരെ. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വന്നെന്താ? കേരളത്തെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കാൻ അവകാശമില്ല, ഞങ്ങൾക്ക് പണം നിങ്ങൾക്ക് അനുവദിക്കാൻ, നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്യുന്നു. അവര് സാങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. സാങ്ഷൻ ചെയ്ത് കിട്ടിയാൽ കേരളത്തിന്റെ ഈ പണം അടച്ചിട്ടുള്ളത് കേരളമാണല്ലോ, വേറെ ആരെങ്കിലും അടച്ചിട്ടുണ്ടോ? അപ്പൊ ഇതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും മാത്രമല്ല, കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഇവിടുത്തെ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും കിട്ടാനുള്ള പണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കേന്ദ്രം പലയിനത്തിൽ തരാനുള്ള പണത്തെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പൊ ഈ 13,608 കോടി രൂപ സുപ്രീം കോടതിയിൽ അവർ അനുവദിച്ചതുകൊണ്ട് ആകെ ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യ കാര്യത്തിലങ്ങ് പോരായ്മ പറ്റിയെന്നാണല്ലോ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നലെ അർത്ഥരഹിതമായിട്ട് പറഞ്ഞത്. കേരളത്തിൽ ഈ ഗവൺമെന്റ് വരുന്ന, രണ്ടാം ഗവൺമെന്റ് വരുന്ന 2021 മാർച്ചിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 1,38,000 കോടിയാണ്. ഈ വർഷം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1,68,000 കോടിയാണ്. പുറകോട്ടല്ല പോയിട്ടുള്ളത്. ഞങ്ങളുടെ ഇൻകം 47,000 കോടിയിൽ നിന്ന് ഇപ്പൊ 77,000 കോടിയിലേക്ക് 3 വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനയാണെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ മൊത്തം സംസ്ഥാനങ്ങൾ എടുത്താൽ ഏറ്റവും വലിയ വർധനകളിലൊന്ന് കേരളത്തിലുണ്ടായ ഈ നികുതി വരുമാന വർധനയാണ്. അത് നികുതി കൂട്ടിയിട്ടല്ല. നിങ്ങൾക്കറിയാം, GST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കട്ട് ചെയ്യപ്പെട്ടു. GST വന്നപ്പോൾ 46-47% സംസ്ഥാനത്തിന്റെ നികുതി അവകാശം കൂടി പോയി, കേന്ദ്രത്തിന്റെ 28% പോയി. അങ്ങനെ എല്ലാ അവകാശങ്ങളും കേരളത്തിന്റെ ഉണ്ടായിരുന്നത് പോയി. എന്നിട്ടും ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അസംബ്ലി പറഞ്ഞിട്ടുണ്ട്, പൊതുവിൽ ഇന്ത്യയിലാകെ എക്കണോമിയിൽ ഒരു ചെറിയ റിസഷന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫെബ്രുവരിയിൽ തനത് നികുതി വരുമാനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 12% കിട്ടി. തനത് കേരളത്തിനകത്ത് നികുതി പിരിച്ച GST പിരിവ് നോക്കിക്കഴിഞ്ഞാൽ 16% വർധനയുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 12% വർധനയുണ്ട്. അപ്പോൾ വർദ്ധിപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 30,000 കോടി 3 വർഷം കൊണ്ട്, 65 വർഷം കൊണ്ട് 47,000 കോടിയിലേക്ക് എത്തിയ തുക 3 വർഷം കൊണ്ട് സാമ്പത്തിക രംഗത്തെ ഒരു ആക്ടിവിറ്റി വർദ്ധിച്ചത് കാരണം അത് 77,000 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് വസ്തുത എന്നിരിക്കെ കേരളത്തിലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം കേരളത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നു. പ്രതിപക്ഷവും രാഷ്ട്രീയമാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഈ ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹമായിട്ടുള്ള അത് തരുന്നില്ല എന്നുള്ളതിന് കണക്ക് നിങ്ങൾക്ക് അറിയാം. 57,400 കോടിയുടെ ഒരു കണക്ക് നേരത്തെ തൊട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ആളുകൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നു മാത്രമല്ല, പ്രധാന മാധ്യമങ്ങളൊക്കെ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളും പറയുന്നുണ്ട്, ഇഷ്യൂ നിങ്ങളും പറയുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇത് പറയേണ്ടി വരും. നിങ്ങൾ പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മാഗസിൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ട് ലൈനിന്റെ കവർ പേജ് കണ്ടത് ദ ഫ്രാക്ചേർഡ് ഫെഡറലിസം. വളരെ വലിയ ആർട്ടിക്കിളാണ്. ഇംഗ്ലീഷ് പത്രങ്ങളിലെ സംസ്ഥാനത്ത് സാമ്പത്തിക കെടുകാര്യസ്ഥതയില്ല എന്ന് ധനമന്ത്രി ജീവനക്കാരുടെ ശമ്പള വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. 3 ദിവസത്തിനകം ശമ്പളം പൂർണ്ണമായും നൽകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. അപ്പോഴും ട്രഷറിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല എന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പതിവ് പോലെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു തന്നെയാണ് ധനമന്ത്രി തന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഭൂരിഭാഗം സമയവും ഉപയോഗിച്ചത്. കേന്ദ്രം ആവശ്യമായ പണം നൽകുന്നില്ല, അർഹമായ പണം പോലും പിടിച്ചുവച്ചിരിക്കുന്നുവെന്ന ആക്ഷേപം ധനമന്ത്രി ഉന്നയിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം